ഇന്റർനാഷണൽ എക്കണോമിക്സിലെ ഒരു സുപ്രധാന തിയറിയാണ് സ്വാൻ ഡയഗ്രം അല്ലെങ്കിൽ സ്വാൻ മോഡൽ. ഇത് പ്രധാനമായും രണ്ട് അസംപ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നോ ട്രേഡ് റെസ്ട്രിക്ഷൻസ്, നോ ക്യാപിറ്റൽ മൂവ്മെന്റ്. ഹൊറിസോണ്ടൽ ആക്സിസ് റിയൽ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചറിനെയും വെർട്ടിക്കൽ ആക്സിസ് എക്സ്ചേഞ്ച് റേറ്റിനെയാണ് മെഷർ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസിൽ എക്സ്പെൻഡിച്ചർ റെഡ്യൂസിംഗ് പോളിസിയും വെർട്ടിക്കൽ ആക്സിസിൽ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസിയും കാണിക്കുന്നു. IB കർവ് ഇന്റേണൽ ബാലൻസ് കർവ് ആണ്. ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റും പ്രൈസ് സ്റ്റേബിളും ആയിരിക്കും. IB കർവ് ഒരു നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവാണ്. ഇവിടെ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ എക്സ്ചേഞ്ച് റേറ്റ് റെഡ്യൂസ് ചെയ്യുകയും അതുവഴി കൺട്രിയുടെ ട്രേഡ് റെഡ്യൂസ് ചെയ്യുകയും ഫുൾ എംപ്ലോയ്മെന്റും പ്രൈസ് സ്റ്റെബിലിറ്റിയും അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നു. IB കർവിന്റെ മുകളിലുള്ള ഈ റൈറ്റ് പോർഷൻ കാണിക്കുന്നത് ഇൻഫ്ലേഷനെയും ഓവർ ഫുൾ എംപ്ലോയ്മെന്റുമാണ്. ലെഫ്റ്റ് പോർഷൻ കാണിക്കുന്നത് റിസക്ഷനും അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റുമായിരിക്കും. EB കർവ് അഥവാ എക്സ്റ്റേണൽ ബാലൻസ് കർവ് എക്സ്പോർട്ട് ഈക്വൽ ടു ഇമ്പോർട്ട്സ് ആയിരിക്കും. EB കർവ് ഡീവാലുവേഷനിലൂടെ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചറിനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി EB കർവിന്റെ മുകളിലുള്ള പോയിന്റ് സർപ്ലസിനെയും താഴെയുള്ള പോയിന്റ് BOP ഡെഫിസിറ്റിനെയാണ് കാണിക്കുന്നത്. IB കർവും EB കർവും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ബ്ലിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ എക്കണോമി സൈമിൾട്ടേനിയസ്ലി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബാലൻസ് അച്ചീവ് ചെയ്തിരിക്കും. പോയിന്റ് ഇയിൽ എക്സ്ചേഞ്ച് റേറ്റും റിയൽ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചറും ഇക്വിലിബ്രിയം സിറ്റുവേഷനിലായിരിക്കും. സ്വാനിന്റെ അഭിപ്രായത്തിൽ ഇന്റേണൽ ബാലൻസ് കർവും എക്സ്റ്റേണൽ ബാലൻസ് കർവും ഡിവൈഡ് ചെയ്ത് 4 സോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ 4 സോൺസിലും എക്കണോമി അൺഹാപ്പിനെസ്സിലായിരിക്കും. സോൺ 1 ഇൻഫ്ലേഷനും BOP സർപ്ലസും ആയിരിക്കും. സോൺ 2 BOP ഡെഫിസിറ്റും ഇൻഫ്ലേഷനുമായിരിക്കും. സോൺ 3 അൺഎംപ്ലോയ്മെന്റും BOP ഡെഫിസിറ്റുമായിരിക്കും. സോൺ 4 അൺഎംപ്ലോയ്മെന്റും BOP സർപ്ലസും ആയിരിക്കും. സോൺ 1 BOP സർപ്ലസും കോമ്പിനേഷൻ ഓഫ് ഇൻഫ്ലേഷനുമാണ് ഉണ്ടായിരിക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് അപ്രീസിയേറ്റ് ചെയ്യുന്നതിലൂടെ BOP സർപ്ലസ് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നു. എക്സ്പെൻഡിച്ചർ റെഡ്യൂസിംഗ് പോളിസിയിലൂടെ ഇൻഫ്ലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു. ഇതൊരു ഡിലേമ സോൺ. സോൺ 3 അൺഎംപ്ലോയ്മെന്റും BOP ഡെഫിസിറ്റുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യുവാനും എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്രീസിയേറ്റ് വഴി BOP ഡെഫിസിറ്റ് കറക്റ്റ് ചെയ്യാനും കഴിയുന്നു. ഇതൊരു ഡിലേമ സോണാണ്. സോൺ 2 ഇൻഫ്ലേഷനും കോമ്പിനേഷൻ ഓഫ് BOP ഡെഫിസിറ്റുമാണ് ഉള്ളത്. ഇവിടെ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ BOP ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നു. സോൺ 4 BOP സർപ്ലസും കോമ്പിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റുമാണ്. എക്സ്ചേഞ്ച് റേറ്റ് അപ്രീസിയേറ്റ് ചെയ്യുകയും ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ എക്കണോമി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബാലൻസ് അച്ചീവ് ചെയ്യുന്നു. സോൺ 2 സോൺ 4 സിമ്പിൾ സോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നു.